നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ മലയാള ഭാഷാ ബിൽ അവതരിപ്പിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേരള സർക്കാർ ഈ മലയാള ഭാഷാ ബിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ കർണാടകയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും കേരളത്തിന്റെ അതിർത്തി മേഖലയിലെ കന്നഡ സ്കൂളുകളിലെ മലയാളവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നുമെല്ലാം കർണാടക സർക്കാർ വിയോജിപ്പുയർത്തി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. ബില്ല് കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മൗലിക അവകാശങ്ങളെ തകർക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും കർണാടക മുഖ്യമന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ആരോപിച്ചു. കന്നഡ, തമിഴ് മീഡിയം സ്കൂളുകളിൽ പ്രാഥമിക തലം മുതൽ മലയാള പഠനം നിർബന്ധമാക്കുന്നതാണ് ബില്ല്. മലയാളം എല്ലാ സ്കൂളുകളിലും ഒന്നാം ഭാഷയാക്കരുതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്തുകൊണ്ടായിരിക്കും മലയാള ഭാഷാ ബില്ലിനെ കർണാടക സർക്കാർ ഭയക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ മലയാള ഭാഷാ ബില്ലിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് കർണാടകയ്ക്ക് മാത്രം ഈ വിഷയത്തിൽ എതിർപ്പ്? ഭാഷാ കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോന്നും വിശദമായി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 346, 347 അനുച്ഛേദനങ്ങൾക്ക് വിധേയമായി കേരള സംസ്ഥാനത്തെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടുന്ന ഭാഷ മലയാളമായിരിക്കണമെന്നാണ് മലയാള ഭാഷാ ബില്ല് നിർദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ഭാഷക്കാരായ തമിഴ്, കന്നഡ അല്ലാതെയുള്ള മറ്റു ഭാഷക്കാരുമായുള്ള കത്തിടപാടുകളിലും ഇംഗ്ലീഷ് ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലെ എല്ലാ സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 10ാം സ്റ്റാൻഡേർഡ് വരെ നിർബന്ധിത ഒന്നാം ഭാഷ മലയാളം ആയിരിക്കേണ്ടതാണ് എന്ന നിർദ്ദേശവും ബില്ല് വെക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും മലയാളം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതേസമയം മലയാള ഭാഷയല്ലാതെ മറ്റെന്തെങ്കിലും ഭാഷ മാതൃഭാഷയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷയ്ക്ക് പുറമെ മലയാള ഭാഷ കൂടി പഠിക്കാൻ അവസരം നൽകേണ്ടുന്നതുണ്ടെന്നും ബില്ല് നിർദ്ദേശിക്കുന്നു. മലയാള ഭാഷയല്ലാതെ മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ദേശീയ പാഠ്യ പദ്ധതികൾക്കനുസൃതമായി അവർക്കിഷ്ടമുള്ളതും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഭ്യമായതുമായ ഭാഷകളിൽ അധ്യയനം നടത്താവുന്നതാണെന്നും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ വന്നു പഠിക്കുന്ന മലയാളികളല്ലാത്ത വിദ്യാർത്ഥികളെ 9ാം സ്റ്റാൻഡേർഡിലും 10ാം സ്റ്റാൻഡേർഡിലും ഹയർ സെക്കൻഡറി തരത്തിലും മലയാള ഭാഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബില്ല് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വന്തം ഭാഷ പഠിക്കാൻ ഭാഷാ ന്യൂനപക്ഷങ്ങളെ ബില്ല് തടയുന്നില്ല. അവരുടെ മാതൃഭാഷയിൽ അവർക്ക് പഠനം നടത്താം. ഭാഷയ്ക്ക് പുറമെ മലയാളം പഠിക്കാനുള്ള അവസരവും അവർക്ക് ലഭിക്കും. ഇവിടെ കന്നഡ ഭാഷയ്ക്കോ തമിഴിനോ പ്രത്യേകിച്ചൊരു ഭീഷണിയും ഇല്ല. മാത്രവുമല്ല, ഭാഷാ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഭരണഭാഷയും കോടതി ഭാഷയുമെല്ലാം അതാത് ഭാഷകളിലായിരിക്കണമെന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. സർക്കാർ അറിയിപ്പുകളും ബോർഡുകളും വരെ ഭാഷാ ന്യൂനപക്ഷ മേഖലയിൽ അതാത് ഭാഷകളിലായിരിക്കണമെന്നുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷയത്തിൽ യാതൊരു എതിർപ്പ് വരാതിരിക്കുകയും കർണാടകയിൽ നിന്ന് മാത്രം എതിർപ്പ് വരികയും ചെയ്തതോടെ സിദ്ധരാമയ്യയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട്. കോഗിലയിലെ ബുൾഡോസർ പ്രശ്നത്തിൽ കേരള മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതാണോ ഭാഷാ പ്രശ്നം ഉയർത്തിയുള്ള കർണാടക സർക്കാരിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് സംശയിക്കപ്പെടുന്നത്.